ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. എല്ലാവർക്കും ലത്തി വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളെ വീട്ടിൽ തന്നെയാണ്. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു ഫുഡ് ഉണ്ടാക്കുന്ന വ്ളോഗാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരെ പോയാലോ ഫുഡ് ഉണ്ടാക്കാൻ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഇന്ന് നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളത്. നമ്മൾ ട്രിപ്പൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് പുറത്ത് വന്നപ്പോൾ കപ്പ കണ്ടിട്ടുണ്ട്. നല്ല അടിപൊളി കപ്പ കണ്ടിട്ടുണ്ട്. കപ്പ കണ്ടപ്പോൾ നമ്മൾ കപ്പയും ബീഫും കൂടി ഒരു കോമ്പിനേഷനിലൊരു സംഭവം ചെയ്താലോ എന്നുണ്ട്. അപ്പോൾ അങ്ങനെ കപ്പ മേടിച്ച് വന്നിട്ട് അത് കട്ട് ചെയ്യുന്ന പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇതിന് പറയൽ കപ്പ ബിരിയാണിയാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ നമുക്ക് കിട്ടിയ കപ്പ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി മാറ്റി വെക്കുകയാണ്. പീസാക്കി മാറ്റി വെച്ച് ഫുള്ള് കപ്പ നമ്മൾ വാങ്ങിച്ച കപ്പ കംപ്ലീറ്റ് എടുത്തിട്ട് 1 കിലോ കപ്പയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ 1 കിലോ കപ്പ കംപ്ലീറ്റ് നമ്മൾ എന്താ വീട്ടുകാർക്കും എല്ലാവർക്കും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി വെച്ച് അത് കഴുകി വൃത്തിയാക്കുക. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ കൈമ തട്ടാതെ നോക്കണം കേട്ടോ. നമ്മൾ ചടപട വെച്ചിട്ട് ഇങ്ങനെ വീഡിയോൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് കുറച്ച് സ്പീഡൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്നും ശ്രദ്ധിക്കണം. നമ്മൾ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് കൈ ശ്രദ്ധിക്കാതിരിക്കരുത്. അതേപോലെ തന്നെ ഈ ഒരു കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് വേവിക്കാം. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ട കപ്പ നമ്മൾ കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കപ്പ അവിടെ നന്നായിട്ട് വേവട്ടെ. കപ്പ വേവുന്ന ആ ടൈമിൽ നമ്മൾ ബീഫ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പം ബീഫും ഇതേ വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബീഫ് ഇതേ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് മൊത്തം മാറ്റി വെക്കുക. അതേ ഒരു അളവിൽ തന്നെയാണ് നമ്മൾ ബീഫ് എടുത്തിട്ടുള്ളത്. അപ്പം ബീഫ് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴുകി വെച്ച ബീഫും അതേപോലെ തന്നെ അതിലേക്ക് ഇടാനുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ കട്ട് ചെയ്യുന്ന ഒരു തിരക്കിലാണിത്. വെല്ലുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഇനി കട്ട് ചെയ്യാനുള്ളത്. അപ്പം വെല്ലുള്ളി നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 2 എണ്ണമാണ്. 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 2-3 തക്കാളി എടുത്തിട്ടുണ്ട്. കുറച്ചധികം പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ പച്ചമുളക് എടുക്കട്ടതിൽ. സവാളയും തക്കാളിയും പച്ചമുളകും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് വേണ്ടത്. ഇഞ്ചിയും വെളുത്തുള്ളിയും തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മളത് കട്ട് ചെയ്ത് മാറ്റി വെക്കണം. അതേപോലെ തന്നെ ഇഞ്ചി കട്ട് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചിൻ്റെ ആ ഒരു ഇത് നമ്മൾ എടുത്ത് കാണിക്കണ്ടാവും. അപ്പം ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുകയെന്നുണ്ടെങ്കിൽ അത് വല്ലാതെ എടുത്ത് കാണിക്കില്ല. അതേപോലെ ഇതിൽ കറിവേപ്പിൻ്റെ ഇടുക. അതേപോലെ ചപ്പും പൊതിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചപ്പോഴേക്കും നമ്മളെ കപ്പ നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കട്ടോ. ഇനിയാണ് നമ്മൾ ശരിക്കുള്ള പണി തുടങ്ങുന്നത് കേട്ടോ. നമ്മളൊരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ചൂടായി വന്നതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാള, പച്ചമുളക്, തക്കാളി ഇതെല്ലാം അതിൽ ഇട്ട് മിക്സ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഗരം മസാല ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി ഇതിലേക്ക് ഇടേണ്ടത് നേരത്തെ അരിഞ്ഞ് വെച്ചതിൽ ബാലൻസ് ഉള്ള കുറച്ച് ഇഞ്ചും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ചിട്ട് പിന്നെ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കറിവേപ്പിൻ്റെ ഇല കഴുകിയത് അതിലിട്ടിട്ട് വഴറ്റുന്ന രംഗമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള സ്മെല്ല് വരുന്നുണ്ട്. ഇത് നല്ല വഴറ്റി നല്ല സെറ്റാക്കി വരും കേട്ടോ. ഇനി നമുക്കിതിൽ പൊടി ഐറ്റംസ് ഒക്കെ ഇടാം. ഉപ്പ് ആവശ്യത്തിന് ഇടാം. നിങ്ങൾക്ക് എത്ര വേണ്ടതെന്നുള്ള അതിനനുസരിച്ച് ഇടാം. മഞ്ഞൾപ്പൊടി കുറച്ചിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മല്ലിപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ഗരം മസാലേൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി ഇടാൻ പോകുന്നത് മുളകാണ്. മുളകും പൊടി ഇട്ടിട്ടുണ്ട്. മുളക് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഇടാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടാണ് വഴറ്റുക. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ വഴറ്റി വെച്ച സാധനത്തിലേക്ക് നമ്മളെ ബീഫില്ലേ, നേരത്തെ കട്ട് ചെയ്ത ബീഫുകൾ ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ തട്ടി കൊടുക്കുക. അതിങ്ങനെ തട്ടി കൊടുത്ത് നല്ല എല്ലാം ഫുള്ളായതിൻ്റെ ശേഷം നമ്മളതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതിലിങ്ങനെ വെള്ളം ഊറുന്നുണ്ട്. അങ്ങനെ ഇത് വഴറ്റി നല്ല സെറ്റാക്കിയ സാധനം നമ്മൾ കുക്കർ അടച്ച് വേവിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കുക്കർ അടിച്ച് അതിൻ്റെ വിസിലിന് വെയിറ്റ് ചെയ്യുന്ന ഒരു രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിസിലൊക്കെ അടിച്ചിട്ടുണ്ട്. വിസിലൊക്കെ അടിച്ച് ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് പൊക്കി വെക്കാം. അയ്യോ, അടിപൊളി സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ബീഫിൻ്റെ സ്മെല്ല് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ അലയടിക്കുന്നുണ്ട്. ബീഫ് റെഡി ആയത് നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ കപ്പല്ല വേവിച്ച് നമ്മൾ ആ വെള്ളം ഊറി വെച്ച കപ്പ എടുത്തിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് കപ്പ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ തട്ടി വിടുന്നുണ്ട്. അതിലേക്ക് ബീഫ് കുറച്ച് ഇതേപോലെ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കപ്പ ബീഫും കൂടി മിക്സ് ചെയ്യുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് അത് ജോയിൻ്റ് ആവുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞ് നമുക്കത് ഇളക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവുണ്ടാവും. ഇതിപ്പോൾ എല്ലാം ഇട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്കി ബാലൻസും കൂടിയാണ് ഇട്ട് കൊടുക്കട്ടെ.
ബീഫും കപ്പയും കൂടി അങ്ങനെ വെച്ച് പോകരുത്, നന്നായിട്ട് ഇളക്കിയാണ്ട് ജോയിൻ്റ് ആക്കുക. അപ്പോഴാണ് ആ ബീഫിൻ്റെ ആ ചാറൊക്കെ അതിൽ കണ്ട് ഇറങ്ങിയിട്ട് നമുക്ക് എന്താ പറയുക ആ ടേസ്റ്റ് നന്നായിട്ട് ഉൾക്കൊണ്ട് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ബീഫ് വേറെ കപ്പ വേറെ ആയിട്ടിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഇതേപോലെ നന്നായിട്ട് ഇളക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക അതിൻ്റെ ആ ടേസ്റ്റ് നന്നായിട്ട് കിട്ടും കഴിക്കുന്ന ടൈമിന്. ഇനി നമ്മൾ ഇതെല്ലാം കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഇല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇലയിലേക്ക് നമ്മൾ കുറച്ച് ഈ ഒരു കപ്പി ബീഫും ഇങ്ങനെ തട്ടുന്നതാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് പച്ചമുളകും കുറച്ച് ഉള്ളി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. അടിപൊളി.